സമയം രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓഫീസിലാണുള്ളത്. അപ്പം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യാനും വേണ്ടി വന്നതാണ് പേരിന്. കുറച്ചൊക്കെ കണക്കൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കയറ്റി, പിന്നെ മടിയായി. അപ്പം വിചാരിച്ചു ചായ കുടിച്ചിട്ട് വരാമെന്ന്. അപ്പം ഞാനൊക്കെയും കൂടി ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. നമ്മുടെ ഓഫീസ് വരുന്നത് കൊണത്തുന്നിലാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോകണം. ബ്ലോക്കിൻ്റെ അവിടെ ഒരു ചായക്കട ഉണ്ട്, രാത്രി മാത്രം തുറക്കണ ഒരു കട. അപ്പം ഞങ്ങൾ അവിടേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെയാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ, ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. അടിപൊളി കടികളും രാത്രി കിട്ടാത്ത ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. മീൻ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു 2 ചായയും പിന്നെ എന്താ പറയുക സുഗിയനും ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഞങ്ങളവിടെ ചെന്നപ്പം തന്നെ ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ടായി കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഇതാ ചില്ലുംകൂട്ടിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ചിക്കൻ കൊണ്ടാട്ടവും പിന്നെന്താ എന്താ പറയുക കൊള്ളി റോസ്റ്റോ എന്താ പറയില്ലേ, കൊള്ളിക്കിഴങ്ങിൻ്റെ ഉപ്പേരിയും പിന്നെ സ്നാക്കും പിന്നെന്താ ബീഫ് റോസ്റ്റ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കരുതിയിട്ടുണ്ടായില്ല കയ്യിൽ. അപ്പം ചായ കുടിച്ചിട്ട് വീട്ടിലോട്ട് നെയ്ച്ചോറ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ടാ. ആ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങളത് കഴിച്ചത്. മക്കളൊക്കെ അവിടെ വീട്ടിലാണ്. അപ്പം അവരെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിൽക്കുവാണ് കേട്ടോ. ആ കാണുന്നതാണ് ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ച മദ്രസ ആണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ സ്വന്തം വീടിൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഒരു കട കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പയ്യെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് മക്കളെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോയിട്ടാണ്.